LDF-നൊപ്പം കേരള കോൺഗ്രസും ഉറച്ചു നിൽക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. പെരുവഴിയിലായ കേരള കോൺഗ്രസിന് കൈ തന്നത് പിണറായി സർക്കാരാണ്. ആ സർക്കാർ മലയോര മേഖലയിലെ കർഷകരെ സംരക്ഷിക്കുന്നതിൽ 100% ശ്രമം നടത്തുമെന്നും റോഷി അഗസ്റ്റിൻ നിയമസഭയിൽ പറഞ്ഞു. 38-40 വർഷക്കാലം UDF-ന്റെ ഭാഗമായിരുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ്. കെ എം മാണി ഏത് ഘട്ടത്തിലാണ് കോൺഗ്രസും UDF-ഉം എടുത്ത നിലപാടിനെ എതിർത്തത്? നിങ്ങളുടെ അടുത്ത നിലപാടുകളോടൊപ്പം നിന്നു. പരാജയത്തിലും വിജയത്തിലും കൂട്ടുവന്നു. ഒരു സുപ്രഭാതത്തിൽ കേരള കോൺഗ്രസ് UDF-ന്റെ ഭാഗമാകാൻ അർഹതയില്ലെന്ന് പറഞ്ഞ് കണ്ടിച്ച് താഴേക്ക് വെച്ചു. ഞങ്ങൾ മലയോര കർഷകരും പെരുവഴിയിൽ നിൽക്കണോ? ആ മലയോര കർഷകരെയും ജനങ്ങളെ സംരക്ഷിക്കാൻ ഈ പിണറായിയും കൂട്ടരും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ആ പിണറായി സർക്കാരിനോടൊപ്പം ഇന്നതിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ആ മലയോര കർഷകരെ സംരക്ഷിക്കുന്നതിൽ 100% വിജയിച്ചു എന്നാണ് ഞങ്ങളുടെ കണക്ക്. അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. അലക്സ്, എന്താണ് അദ്ദേഹം വ്യക്തമാക്കുന്ന നിലപാട്? ഉന്മേഷ, അത് പറയാൻ റോഷി അഗസ്റ്റിനെ പ്രേരിപ്പിച്ച ഘടകം അത് ഈ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി മാത്യു പുൽനാടൻ MLA അദ്ദേഹം കേരള കോൺഗ്രസിനെ വിമർശിച്ചതാണ്. അദ്ദേഹം ഈ അടിയന്തര പ്രമേയത്തിന് മറുപടി അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന വേളയിൽ മാത്യു പുൽനാടൻ പറഞ്ഞത് ഈ മലയോര മേഖലയിലെ ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ചവരാണ് കേരള കോൺഗ്രസ്. എന്നിട്ട് ഈ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന കേരള കോൺഗ്രസ് മലയോര മേഖലയിലെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നാണ് അദ്ദേഹം ചോദിച്ചത്. മാത്രമല്ല, ഈ 27 മുതൽ UDF സംഘടിപ്പിക്കുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന മലയോര ജാഥയിൽ കേരള കോൺഗ്രസിനെ ക്ഷണിക്കുകയും ചെയ്തു അദ്ദേഹം. അതിനുള്ള മറുപടിയാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിയമസഭയിൽ തന്നെ വ്യക്തമാക്കിയതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം പറയുന്നത് 30-40 വർഷക്കാലം UDF-ന്റെ ഭാഗമായി നിലനിന്നതാണ് കേരള കോൺഗ്രസ്. അന്ന് UDF എടുത്ത തീരുമാനങ്ങൾ മുഴുവൻ അതുപോലെ കേരള കോൺഗ്രസ് നടപ്പാക്കുകയും ചെയ്തു. പക്ഷേ ഒരു ഘട്ടത്തിൽ മുന്നണിക്ക് പുറത്തു നിൽക്കേണ്ട സാഹചര്യം വന്നു. അന്ന് മലയോര മേഖലയിലെ ജനങ്ങളെ കൈപിടിക്കാനും കേരള കോൺഗ്രസിനെ കൈപിടിക്കാനും ഉണ്ടായിരുന്നത് പിണറായിയും കൂട്ടരുമാണ്. ഈ സർക്കാരിനൊപ്പം അടിയുറച്ചു നിൽക്കും എന്നാണ് റോഷി അഗസ്റ്റിൻ കൂറ പ്രഖ്യാപിച്ചത്. കേരള കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി ചീട്ടെഴുതാൻ UDF-നാവില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. കേരള കോൺഗ്രസ് LDF സർക്കാരിനൊപ്പം ഉറച്ചു നിൽക്കും. മലയോര മേഖലയിലെ പ്രശ്നങ്ങളെല്ലാം ഈ സർക്കാർ പരിഹരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പരാജയത്തിലും വിജയത്തിലും നിങ്ങൾക്കൊപ്പം തന്നെയാണ് നിന്നത്. അത് ഈ UDF-നെതിരായ വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. കർഷകർക്കും അതുപോലെ കേരള കോൺഗ്രസിനും പെരുവഴിയിൽ നിൽക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകില്ല. ആ ഘട്ടത്തിലാണ് പിണറായിയും അതുപോലെ LDF സർക്കാരും ഒപ്പം കൂട്ടിയത്. LDF-നൊപ്പം അടിയുറച്ചു നിൽക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അക്കൂർ നിയമസഭയിൽ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അലക്സ് റാം മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്.